9ാം ക്ലാസ്സിലുള്ള ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് കാണുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് എല്ലാവരും ഒരു നോട്ട്ബുക്കും പെന്നും പെൻസിലും കരുതി വെച്ചോ. നമുക്ക് ക്ലാസ് എടുത്തു പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതാ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു, അമ്മേ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ. എന്താ, ഈ കുട്ടി ഒരു കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മ കാറ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ കുട്ടി പറയും, അമ്മയെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം, കാരണം റോഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഈ അമ്മ പറയും, വേനൽക്കാലമല്ലേ, അത് വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല, അവിടെ എത്തുമ്പോൾ കണ്ടോളൂ. അപ്പൊ ഈ അമ്മ എന്ത് പറയും, ഇതിപ്പോ വേനൽക്കാലമല്ലേ, വെള്ളമൊന്നും ആയിരിക്കൂല കെട്ടി നിൽക്കുന്നത്, അവിടെ എത്തുമ്പോൾ നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? നമ്മൾ നല്ല വേനൽക്കാലത്ത് ഉച്ച സമയം ഉണ്ടാവില്ല, ഉച്ച സമയത്തൊക്കെ റോഡിലൂടെ പോകുമ്പോൾ റോഡിൽ ദൂരേന്ന് നോക്കുമ്പോൾ റോഡിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇനി നിങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത് കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ഒരു കാരണം ഉണ്ടാവും അല്ലേ. അതെന്താ, വെള്ളം ഇല്ലാഞ്ഞിട്ട് കൂടി നമുക്ക് വെള്ളമുള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. ഇതിന്റെ കാരണം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നില്ല, ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമുക്ക് ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ പലതും വിവിധ പ്രകാശ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അല്ലെ. ഇങ്ങനെ കുറേ പല പല പ്രതിഭാസങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ പ്രകാശ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. ഗ്ലാസ്സിലെ നാരങ്ങ വെള്ളത്തിലേക്കിട്ട സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിന്റെ കാരണം? ഇവിടെ ഒരു ഗ്ലാസ്സിൽ നാരങ്ങ വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്ട്രോയും ഇട്ടിട്ടുണ്ട് അല്ലെ. ഈ ഒരു സ്ട്രോ ഈ ഒരു ഭാഗത്ത് വെച്ച് ഒന്ന് വളഞ്ഞതായിട്ട് ഒടിഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ. ഇതിന്റെ കാരണവും നമ്മൾ ഈ ചാപ്റ്ററിലാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആകെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകാശത്തിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രകാശം കാരണം ഉണ്ടാവുന്ന ഓരോരോ പ്രകാശ പ്രതിഭാസങ്ങൾ ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോകുന്നത്. ഒരു വസ്തുവിൽ പതിച്ച പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണല്ലോ നാം ആ വസ്തുവിനെ കാണുന്നത് അല്ലേ. നാരങ്ങ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സ്ട്രോയിൽ നിന്ന് പ്രതിപതിച്ചു വരുന്ന പ്രകാശകിരണങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചല്ലേ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് ഈ ഒരു ചിത്രം, അതായത് ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, ഒരു സ്ട്രോ ഉണ്ട്. ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്തുകൊണ്ടാ? ഈ ഒരു വസ്തുവിലെ ലൈറ്റ് പോയി തട്ടി അത് നമ്മളുടെ കണ്ണിലേക്ക് പ്രതിപതിച്ചെത്തുന്നത് കൊണ്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ എത്തുന്നതിനേക്കാളും മുന്നേ പ്രകാശം ഏതൊക്കെ മാധ്യമത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത്? ഇവിടെ വെള്ളം നിറച്ചിട്ടില്ല അല്ലെ, ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? എയർ ഉണ്ടാവും അല്ലെ. ഇവിടെ എന്താണുള്ളത്? വാട്ടറും ആണ് ഉള്ളത്. അപ്പൊ പ്രകാശം എയറിലൂടെ സഞ്ചരിച്ച് വെള്ളത്തിലൂടെയും സഞ്ചരിച്ചിട്ടാണ് നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പ്രകാശം എത്ര മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്? 2 മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഒരു ഗ്ലാസ് ട്രഫിൽ 1/4 ഭാഗത്തോളം ജലം എടുക്കുക. ജലത്തിൽ 1-2 തുള്ളി പാൽ ചേർക്കുക. ട്രഫ് സുതാര്യമായ പേപ്പർ ഷീറ്റ് കൊണ്ട് അടയ്ക്കുക. ട്രഫിൽ ബാക്കി ഭാഗത്ത് പുക നിറച്ച ശേഷം ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം 1.2 A കാണുന്ന രീതിയിൽ പതിപ്പിച്ച് പ്രകാശപാത നിരീക്ഷണം സയൻസ് ഡയറിൽ ചിത്രീകരിക്കും. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അല്ലെ, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ ഒരു വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. 1/4 ഭാഗത്തോളം വെള്ളം നിറച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് 2-3 തുള്ളി എന്തുറ്റിച്ചിട്ടുണ്ട്? പാല് ഉറ്റിച്ചിട്ടുണ്ട്. അത് എന്തിനായിരിക്കും പാൽ ഉറ്റിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലല്ല, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാൽ ഒരു കൊളോയിഡ് ആണ് എന്ന് പഠിച്ച ഓർമ്മയില്ലേ? പാല് ഒരു കൊളോയിഡ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കൊളോയിഡിന്റെ സവിശേഷത എന്തായിരുന്നു? കൊളോയിഡിലുള്ള
വസ്തുക്കളെ, കണികകളെ നമുക്ക് ചെറുതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഈ വസ്തുക്കളില് ലൈറ്റ് പോയി പതിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ സ്കാറ്റർ ചെയ്ത് പോവും അല്ലെ, സ്കാറ്റർ ചെയ്ത് പോവും. അപ്പൊ അങ്ങനെ കുറച്ച് ലൈറ്റിന്റെ, പ്രകാശത്തിന്റെ പാത കാണാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ 2-3 തുള്ളി പാല് ചേർത്ത് ഈ വെള്ളത്തിന് കൊളോയിഡ് ആക്കി മാറ്റിയത്. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വെള്ളമില്ലാത്ത ഭാഗത്ത് കുറച്ച് പുകയും നിറച്ചിട്ട് മേലെ ഒരു സുതാര്യമായ ഒരു പേപ്പർ ഷീറ്റ് വെച്ച് മറച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്ത് ഒരു ലേസർ ടോർച്ച് ചെരിച്ചടിച്ചിട്ടുണ്ട് അല്ലെ. നേരെയാണോ അടിച്ചത്? അല്ല, ചെരിച്ചടിച്ചിട്ടുണ്ട്. അപ്പൊ ചെരിച്ചടിച്ചപ്പോ ഈ ഒരു ഭാഗം അല്ലെ, ഈ ഒരു ഭാഗത്തേക്കാണ് ലൈറ്റിന് അടിച്ചത് അല്ലെ, ഈ ഒരു ഭാഗത്തേക്കാണ് ലൈറ്റിന് അടിച്ചത്. ഈ ഒരു ഭാഗത്തേക്ക് അടിച്ചപ്പോ പ്രകാശത്തിന്റെ പാതയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു ചെറിയ വളവ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതെങ്ങനെ പോവേണ്ടതാ? നേരെ ഇങ്ങനെ പോവേണ്ടതായിരുന്നു. പക്ഷെ അതിന് പകരം എങ്ങനെയാ പോയത്? ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടാണ് പോയത് അല്ലെ. ഇവിടെ നോക്കൂ, വായു എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ അല്ലെ. എയറിൽ നിന്ന് ജലത്തിലേക്ക് അല്ലെ. എയർ മേലെ ഒക്കെ നമ്മൾ പുക നിറച്ചിട്ടില്ലേ, ആ പുകയിലൂടെ എവിടത്തേക്കാണ് അടിച്ചത്? വെള്ളത്തിലേക്കാണ് ലൈറ്റ് പോകുന്നത്. ശരിക്കും എന്താണ്? ഇതിങ്ങനെ നേരെ പോവേണ്ടതായിരുന്നു. ഇങ്ങനെ നേരെ പോവേണ്ടതിന് പകരം എന്തായിട്ടാ പോയത്? ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടാണ് പോയത് അല്ലെ. ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നത്? ഏതൊക്കെ മാധ്യമ? വായുവിലൂടെയും ജലത്തിലൂടെയും അല്ലെ. പ്രകാശം ഏതൊക്കെ മാധ്യമത്തിലൂടെയാ പോകുന്നത്? വായുവിലൂടെയും ജലത്തിലൂടെയും. ഒരു മാധ്യമത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശ എപ്രകാരമായിരിക്കും? എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതിപ്പോ ഒരു റൂമിലാ ഞാനുള്ളതെന്ന് വിചാരിക്കുക. ആ റൂമിൽ എന്താ ഉണ്ടാവുക? ഫുള്ള് വായു ആയിരിക്കൂലേ അല്ലെ. വായു, പ്രകാശം അടിക്കുന്നത് ഞാൻ വായുവിലൂടെയാണ് കേട്ടോ. ഇവിടെ വേറെ മാധ്യമം ഒന്നുമില്ല, വെള്ളമോ വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു മാധ്യമത്തിലൂടെ മാത്രമാണ് ഞാൻ പ്രകാശത്തിനെ അടിച്ചതെങ്കിൽ അതെങ്ങനെയാ പോവാ? അത് നേരെ തന്നെ അങ്ങ് പോവട്ടോ. ഒരു മാധ്യമത്തിലൂടെയാണ് ഞാൻ ലൈറ്റ്, പ്രകാശത്തെ അടിച്ചതെങ്കിൽ എന്താ സംഭവിക്കുക? പ്രകാശപാതയുടെ ദിശ എങ്ങനെയായിരിക്കും? നേർരേഖയിലായിരിക്കും. എങ്ങനെയായിരിക്കും? നേർരേഖയിൽ ആയിരിക്കും. ഒന്നാമത്തെ മാധ്യമത്തിൽ നിന്ന് രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ? അല്ലെ. ഇവിടെ എന്താ? ഒരു മാധ്യമമുണ്ട്, 2 മാധ്യമമുണ്ട്. ഒരു മാധ്യമം വായുവാണ്, രണ്ടാമത്തെ മാധ്യമാര ജലമാണ് അല്ലെ. വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പ്രകാശരശ്മിക്ക് എന്താ ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദിശാവ്യതിയാനം ഉണ്ടോ? ഉണ്ട് അല്ലെ. ഉണ്ട് സംഭവിക്കുന്നുണ്ട്. കാരണം എന്താ? ശരിക്കും എങ്ങനെയാ? ഇങ്ങനെ നേരെ പോവേണ്ടതായിരുന്നു. നേരെ പോവേണ്ടതിന് പകരം എന്താ? ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ് ദിശ മാറിയിട്ടാണ് പോയത് അല്ലെ. അപ്പൊ ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാ ദിശാവ്യതിയാനം സംഭവിക്കുന്നത്? ഈ ഒരു ഭാഗത്തിൽ വെച്ചാണ് ദിശാവ്യതിയാനം സംഭവിക്കുന്നത് അല്ലെ. ഒന്നുകൂടി കാണിച്ചു തരാം. ദിശാവ്യതിയാനം എവിടെയാ സംഭവിക്കുന്നത്? ഇവിടം വരെ നേരെ വന്നതായിരുന്നു അല്ലെ. ഈ ഒരു ഭാഗത്തിൽ വെച്ചായിരുന്നു ദിശാവ്യതിയാനം സംഭവിച്ചത് അല്ലെ. വായുവിനെയും ജലത്തെയും വേർതിരിക്കുന്ന ഒരു ഭാഗത്തിൽ വെച്ചല്ലേ ദിശാവ്യതിയാനം സംഭവിച്ച അല്ലെ. വായുവിനെയും ജലത്തിനെയും ഒരു മാധ്യമത്തിൽ നിന്ന് 2 മാധ്യമം അല്ലെ, 2 മാധ്യമങ്ങളെയും വേർതിരിക്കുന്ന ആ ഒരു ഭാഗത്തിൽ വെച്ചാണ് എന്ത് സംഭവിച്ചത്? ദിശാവ്യതിയാനം സംഭവിച്ചത്. അപ്പൊ ഇത് ക്ലിയർ ആയില്ലേ? എങ്ങനെയാ നമ്മൾ ലൈറ്റ് അടിച്ചത്? ചെരിച്ചിട്ട്. എങ്ങനെയാ അടിച്ചത്? ചെരിച്ചാണ് അടിച്ചത് അല്ലെ. ചെരിച്ചാണ് ലൈറ്റിന് അടിച്ചത്. എവിടെ വെച്ചാണ് ദിശാവ്യതിയാനം സംഭവിച്ചത്? 2 മാധ്യമങ്ങളെയും വേർതിരിക്കുന്ന ആ ഒരു പ്രതലത്തിൽ വെച്ചാണ് ദിശാവ്യതിയാനം സംഭവിച്ചത് അല്ലെ. ഓക്കെ. ഇതേപോലെ തന്നെ വേറൊന്നും കൂടി നോക്കാനുണ്ട്. ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ട്രഫിലെ ജലോപരിതലത്തിലേക്ക് ലംബമായി പതിപ്പിച്ചു നോക്കൂ. എന്താ ഉള്ളത്? ഇവിടെ നോക്ക്. നേരത്തെ നമ്മൾ ലേശം ചെരിച്ചായിരുന്നു അല്ലെ പതിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാ പതിപ്പിക്കുന്നത്? ലംബമായിട്ടാണ് പതിപ്പിച്ചിട്ടുള്ളത്. ലംബമായിട്ട് പതിപ്പിച്ചപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരു ദിശാവ്യതിയാനവും സംഭവിച്ചിട്ടില്ല അല്ലെ. ഒരു ദിശാവ്യതിയാനവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ എന്തേനും എയറും ഉണ്ട്, വാട്ടറും ഉണ്ട്. രണ്ടും വ്യത്യസ്തമായ മാധ്യമങ്ങളാണ്. ഒരു മാധ്യമത്തുണ്ട്, 2 മാധ്യമമുണ്ട്.
എങ്ങനെയാ നമ്മൾ ലൈറ്റിനടിച്ച് ലൈറ്റിനെ ചെരിച്ചടിച്ച്. അപ്പോൾ രണ്ട് മാധ്യമത്തിനും വേർതിരിക്കുന്ന ഭാഗത്തിൽ വെച്ച് എന്തുണ്ടായി? ദിശാവ്യതിയാനം സംഭവിച്ചു. ഓർത്തോളെ, രണ്ട് മാധ്യമമുണ്ട്. ആ രണ്ട് മാധ്യമത്തിനും വേർതിരിക്കുന്ന തലത്തിൽ നമ്മൾ ലൈറ്റിനെ, പ്രകാശത്തിനെ ചെരിച്ച് പതിപ്പിച്ചപ്പോൾ ദിശാവ്യതിയാനം സംഭവിച്ചു. ഇനി രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഇവിടെയും രണ്ട് മാധ്യമമുണ്ട് അല്ലെ, എയറും ഉണ്ട് ജലവും ഉണ്ട് അല്ലെ, വായുവും ഉണ്ട് ജലവും ഉണ്ട്. നമ്മൾ എങ്ങനെയാ പതിപ്പിച്ചത്? നോർമൽ, ലംബമായിട്ടാണ് പതിപ്പിച്ചത്. ലംബമായിട്ട് പതിപ്പിച്ചപ്പോൾ രണ്ട് മാധ്യമത്തെയും വേർതിരിക്കുന്ന ഈ തലത്തിൽ വെച്ച് ദിശാവ്യതിയാനം സംഭവിക്കാണ്ട് പോയി അല്ലെ, ദിശാവ്യതിയാനം സംഭവിച്ചിട്ടില്ല. അപ്പൊ ദിശാവ്യതിയാനം സംഭവിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം ലൈറ്റ് അടിക്കേണ്ടത്? ചെരിച്ച് വേണം അടിക്കാൻ. എങ്ങനെ അടിക്കണം? ചെരിച്ച്. ലൈറ്റ് ചെരിച്ച് വേണം അടിക്കാനായിട്ട്. ലൈറ്റ് ചെരിച്ചടിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ദിശാവ്യതിയാനം സംഭവിക്കുള്ളൂ. ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് ലൈറ്റിനെ, പ്രകാശത്തിനെ ലംബമായിട്ടാണ് പതിപ്പിച്ചതെങ്കിലോ ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. ഒരു മാധ്യമോ, ഇത് ഒരു മാധ്യമമാണെന്ന് വിചാരിക്കും, ഒരു മാധ്യമത്തിലൂടെ മാത്രമാണ് ലൈറ്റിനെ പതിപ്പിച്ചതെങ്കിൽ അത് നേർരേഖയിലായിരിക്കും പോവുക. എങ്ങനെയാണ്? നേർരേഖയിലായിരിക്കും പോവുക. അപ്പൊ ഇത്രയും കാര്യം ഓർമ്മിച്ച് വെക്കുക കേട്ടാ, ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ചെരിച്ച് പതിച്ചാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ? ദിശാവ്യതിയാനം സംഭവിക്കുള്ളൂ. ലംബമായി പതിച്ചു കഴിഞ്ഞാൽ ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. ഒരു മാധ്യമത്തിലൂടെയാ പോകുന്നതെങ്കിലോ നേർരേഖയിലായിരിക്കും പോകുന്നത്. അപ്പൊ ആ പഠിച്ച 3 കാര്യങ്ങളാണ് ഇവിടെ ഈ മഞ്ഞ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ, ഒന്നുകൂടി ശ്രദ്ധിച്ചോ, ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നതെങ്കിൽ പ്രകാശപാത എങ്ങനെയായിരിക്കും? നേർരേഖയിലായിരിക്കും. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട് അല്ലെ. എന്താ? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. ഓക്കെ. പിന്നെന്താണ്? ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കുന്നില്ല? ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു കടക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാറുണ്ട്. കാരണം എന്തായിരിക്കും? ഒരു മാധ്യമത്തിൽ നിന്ന് അതായത് ഇവിടെ ഇപ്പോൾ എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമമുണ്ട്, ഇവിടെ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമമുണ്ട് അല്ലെ. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ലൈറ്റ് ചെരിഞ്ഞ് പതിക്കുമ്പോൾ ദിശാവ്യതിയാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ദിശാവ്യതിയാനം വരാനുള്ള കാരണം? അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു നേരെയുള്ള റോഡ്, ഈ റോഡ് കഴിഞ്ഞ പാട് ഭയങ്കര ഒരു വളവാണ് കേട്ടോ, ഭയങ്കര ഒരു വളവ്. ഇതിലൂടെ ഒരു കാറ് സഞ്ചരിക്കുന്നുണ്ട്, ഇതിലൂടെ ഒരു കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാറ് നല്ല സ്പീഡിലാണ് പോകുന്നത്. നേരെയല്ലേ റോഡുള്ളത്, അതുകൊണ്ട് നല്ല സ്പീഡിൽ പോയി. പിന്നെ നേരെ ഇനി വളയണം അല്ലെ. അപ്പൊ ഡയറക്ഷൻ, ദിശ മാറ്റണം അല്ലെ. നേരെ എന്നുള്ള ഡയറക്ഷൻ, ദിശ മാറ്റി ഇങ്ങോട്ടേക്ക് തിരിക്കണം. അപ്പൊ ഈ സ്പീഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ വളക്കാൻ പറ്റുമോ? ഇല്ല. കാരണം സ്പീഡ് കൂടുതലാണ് അല്ലെ. നമുക്ക് ഇവിടെ ദിശയും കൂടി മാറ്റണം. അപ്പൊ എന്ത് ചെയ്യും? നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന കാറ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ബ്രേക്ക് പിടിച്ച് സ്പീഡ് കുറക്കും അല്ലെ. സ്പീഡ് കുറച്ചിട്ടാണ് ഈ കാറിന്റെ ദിശ മാറ്റുക അല്ലെ. നേരെ വന്നിരുന്ന കാറ് ബ്രേക്ക് പിടിച്ച് സ്പീഡ് കുറച്ചിട്ട് ദിശ ഇങ്ങനെ മാറ്റും അല്ലെ. ഇത് മനസ്സിലായില്ലേ? സ്പീഡ് കുറച്ച് ദിശ മാറ്റി അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി ദിശ മാറ്റും അല്ലെ. ഇങ്ങനെ പലതും സംഭവിക്കും അല്ലെ.
അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഒരു കാര്യം നോക്കാം. മിനുസമുള്ള ഒരു പ്രതലത്തിൽ നിന്ന് പരുപരത്ത പ്രതലത്തിലേക്ക് സഞ്ചരിക്കുന്ന ടോയ് കാറിന്റെ ചലനവേഗവും ദിശയും നിരീക്ഷിക്കുക. ഇവിടെ ഒരു മിനുസമുള്ള പ്രതലമുണ്ട്, ഇവിടെ എന്താ ഒരു പരുപരത്ത പ്രതലമുണ്ട്. ഈ മിനുസമുള്ള പ്രതലത്തിലൂടെ കാർ എങ്ങനെയായിരിക്കും സഞ്ചരിക്കുക? അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും അല്ലെ. ഈ പരുപരത്ത പ്രതലത്തിലോ ഇത്ര സ്പീഡിലായിരിക്കൂല പരുപരത്ത പ്രതലത്തിലൂടെ പോകുന്നത് അല്ലെ. കാരണം എന്താ, ഇത് മിനുസമാണ്, ഇതെന്താ പരുപരത്തതുമാണ്. ഇങ്ങനെ പോവുമ്പോൾ കാറിന്റെ ചലന ദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? മിനുസമുള്ളേന്ന് പരുപരത്തയിലേക്ക് പോകുമ്പോൾ ദിശക്ക് മാറ്റം ഉണ്ടോന്നാ ചോദിക്കുന്നത്. ഉണ്ടോ? ഉണ്ട് അല്ലെ. കാരണം എന്താ, ഇങ്ങനെ പോവേണ്ട കാറ് എങ്ങനെയാ പോയത്? ഒന്ന് ഇങ്ങനെ ആയിട്ടാണ് പോയത് അല്ലെ. അപ്പൊ ദിശാവ്യതിയാനം ഉണ്ടോ? ഉണ്ട് അല്ലെ. ഉണ്ട്. എവിടെ വെച്ചാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? ഈ ഒരു ഡയറക്ഷൻ ദിശാവ്യതിയാനം എവിടെ വെച്ചാ സംഭവിച്ചത്? മിനുസമുള്ളേന്ന് പരുപരത്തയിലേക്ക് കടക്കാൻ നോക്കുമ്പോൾ അല്ലെ, ഈ ഒരു ഭാഗത്തിൽ വെച്ചാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? ദിശാവ്യതിയാനം സംഭവിച്ചിട്ടുള്ളത്. മിനുസമുള്ള പ്രതലത്തിലൂടെയും പരുപരത്ത പ്രതലത്തിലൂടെയും ഒരേ വേഗത്തിലാണോ കാർ നീങ്ങുന്നത്? അല്ല അല്ലെ. നമ്മൾ കണ്ടു അല്ലെ, എന്താ മിനുസമുള്ളയിലൂടെ കുറച്ചും കൂടി സ്പീഡിൽ വേഗത്തിൽ പോകാനായിട്ട് പറ്റും, പക്ഷെ പരുപരത്തയിലൂടെയോ അത്ര സ്പീഡിൽ പോവാനായിട്ട് പറ്റില്ല അല്ലെ. അല്ലെ, എന്താണ്, പരുപരത്തയിലൂടെ അത്ര സ്പീഡിൽ പോകാനായിട്ട് പറ്റില്ല, പക്ഷെ മിനുസമുള്ളെന്നാണെങ്കിലോ കുറച്ചുകൂടി സ്പീഡിൽ വേഗത്തിൽ പോവാനായിട്ട് പറ്റും. ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നത് മൂലം കാറിന്റെ വേഗത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണല്ലോ അതിന്റെ ദിശാവ്യതിയാനത്തിന് കാരണം അല്ലെ. എന്താ, മിനുസമുള്ളേന്ന് പരുപരത്തയിലേക്ക് മാറുമ്പോൾ ഈ കാറിന്റെ സ്പീഡിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. സ്പീഡിൽ വ്യത്യാസം വരുമ്പോൾ എന്താ, ദിശക്കും വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ നേരെ പോകുന്ന കാറ് വളക്കുന്നുണ്ട് അല്ലെ, ദിശ മാറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ സ്പീഡിൽ വ്യത്യാസം വരുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സ്പീഡിൽ വ്യത്യാസം വരുന്നതായിരിക്കുമല്ലോ ദിശാവ്യതിയാനത്തിന് കാരണം അല്ലെ. അങ്ങനെയാണെങ്കിൽ വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ്. പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം. എന്താണ്, രണ്ട് മാധ്യമം, എയറും ഉണ്ട് വാട്ടറും ഉണ്ട് എന്ന് വിചാരിക്കുക. രണ്ട് വ്യത്യസ്തമായ മാധ്യമം. പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ കുറച്ച് വളഞ്ഞതായിട്ട് ബെൻഡ് ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ എന്താ, ഇങ്ങനെ പോകേണ്ട ദിശയിൽ നിന്ന് കുറച്ച് ദിശ മാറിയിട്ടാണ് പോയിട്ടുള്ളത്. ഇങ്ങനെ ദിശ മാറാനുള്ള കാരണക്കാരൻ ആരാണ്? വേഗം ആണ്. ആരാണ് കാരണക്കാരൻ? വേഗം ആണ്. ഇവിടെയുള്ള വേഗം ആയിരിക്കില്ല ഇവിടെയുള്ള വേഗം. ആരുടെ വേഗം? ലൈറ്റിന്റെ, പ്രകാശത്തിന്റെ വേഗം. എയറിലൂടെ പോകുന്ന വേഗത്തിലായിരിക്കില്ല വാട്ടറിലൂടെ പ്രകാശം പോകുന്ന വേഗം. അപ്പൊ ഓരോ മാധ്യമത്തിലൂടെയും പ്രകാശം ഓരോ സ്പീഡിൽ ഓരോ വേഗത്തിലായിരിക്കും സഞ്ചരിക്കുക. എയറിലൂടെയുള്ള വേഗത്തിലായിരിക്കില്ല വാട്ടറിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗം. അപ്പൊ ഈ വേഗം കാരണമാണ്. ഇതിലൂടെയുള്ള വേഗമായിരിക്കൂല ഇതിലൂടെ നല്ല സ്പീഡിൽ വന്ന് പിന്നെ ഇവിടത്തേക്ക് എത്തുമ്പോൾ എന്താ, വെള്ളമാ. അപ്പൊ എന്താ, സ്പീഡ് കുറയും അല്ലെ. സ്പീഡ് കുറയുമ്പോൾ ദിശ മാറ്റം സംഭവിക്കും അല്ലെ. നമ്മൾ കാറിന്റെ കേസൊക്കെ കണ്ടല്ലേ, സ്പീഡ് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ദിശ, ഡയറക്ഷന് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ സ്പീഡാണ് ഇങ്ങനെ ദിശാവ്യതിയാനത്തിന് കാരണം. ഇങ്ങനെ ദിശാവ്യതിയാനത്തിന് കാരണമാരാ? സ്പീഡാണ്. എന്തിന്റെ സ്പീഡ്? ലൈറ്റിന്റെ, പ്രകാശത്തിന്റെ വേഗമാണ് ഇതിന് കാരണം. എയറിലൂടെയുള്ള വേഗമായിരിക്കില്ല വാട്ടറിലൂടെയുള്ള വേഗം. ഓരോ മാധ്യമത്തിലൂടെയും ഓരോ വേഗത്തിലായിരിക്കും പ്രകാശം സഞ്ചരിക്കുക. ഇത് ക്ലിയർ അല്ലേ? ഇനി നമുക്കിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ കുറച്ച് മാധ്യമം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? വായു, ജലം, ഗ്ലാസ്, വജ്രം. പിന്നെ എന്താ? പ്രകാശ വേഗവും കൊടുത്തിട്ടുണ്ട് അല്ലെ. ലൈറ്റിന്, പ്രകാശത്തിന് വായുവിലൂടെ ഇത്ര സ്പീഡിൽ സഞ്ചരിക്കാനായിട്ട് പറ്റും. ജലത്തിലൂടെ ആണെങ്കിൽ ഇത്ര സ്പീഡ്, ഗ്ലാസ്സിലൂടെ ആണെങ്കിൽ ഇത്ര, വജ്രത്തിലൂടെ ആണെങ്കിൽ ഇത്ര. അപ്പൊ എന്താണ്? ഓരോ മാധ്യമത്തിലൂടെയും പ്രകാശം സഞ്ചരിക്കുക വേറെ വേറെ സ്പീഡിലായിരിക്കും. അതാണ് ഇത് ട്ടോ. ഈ വായുവിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ എത്രയാണ്?
വായുവിലൂടെയുള്ള എത്രയാ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. വായുവിലൂടെ പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വായുവിലൂടെയുള്ള സ്പീഡാണോ ജലത്തിലൂടെയുള്ള? അല്ല. ജലത്തിലൂടെയുള്ള ആണോ ഗ്ലാസ്സില്? അല്ല. അതുപോലെയല്ല വജ്രത്തില്. ഏറ്റവും സ്പീഡില് ലൈറ്റ് സഞ്ചരിക്കുന്ന ഏതിലൂടെയാ? വായു അല്ലെ. വായുവിന്റെ നോക്ക് 3 × 10⁸. അപ്പൊ വായുവിലൂടെയാണ് ഏറ്റവും സ്പീഡില്. പിന്നെയോ ജലത്തില് അല്ലെ. രണ്ടാമതാണ് ജലത്തില്, പിന്നെ ഗ്ലാസ്സില് അല്ലെ. ഗ്ലാസ്സില്, പിന്നെ ലാസ്റ്റ് വജ്രത്തില് അല്ലെ. വായു, ജലം, ഗ്ലാസ്, വജ്രം. ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണം കേട്ടോ. വായു ജലം, ഗ്ലാസ്, വജ്രം. ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണം. വായുവിൽ ഏറ്റവും സ്പീഡ്, പിന്നെ ജലം, ഗ്ലാസ്, വജ്രം. ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ വായുവിൽ ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇതും പഠിച്ച് വെക്കണം കേട്ടോ. ഓക്കെ. വിവിധ മാധ്യമങ്ങളിൽ പ്രകാശവേഗം വ്യത്യാസപ്പെടാൻ കാരണം മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. പ്രകാശിക സാന്ദ്രത, പുതിയ വാക്ക് കിട്ടി അല്ലെ. പ്രകാശിക സാന്ദ്രത, അതാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മാധ്യമം അല്ലെ. ഇതൊരു മാധ്യമം, ഇതൊരു മാധ്യമം. മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഈ ദിശാവ്യതിയാനത്തിന് കാരണം ആരായിരുന്നു? വേഗമായിരുന്നു അല്ലെ. വേഗമായിരുന്നു, ലൈറ്റിന്റെ വേഗമായിരുന്നു ദിശാവ്യതിയാനത്തിന് കാരണം. ഈ വേഗം ഇതിലുള്ള വേഗമായിരിക്കില്ല ഇതിലുള്ള വേഗം അല്ലെ. അതെന്തുകൊണ്ടാണ് ഈ വേഗത്തിൽ വ്യത്യാസം വരുന്നത്? ഇങ്ങനെ ദിശാവ്യതിയാനത്തിന് കാരണം വേഗമാണെന്ന് മനസ്സിലായി. ഈ വേഗത്തിൽ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ട്? ആ കാരണക്കാരനാണ് ഈ പ്രകാശിക സാന്ദ്രത. എന്താണ്? പ്രകാശിക സാന്ദ്രത. ഈ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസം കൊണ്ടാണ് വേഗത്തിൽ എന്ത് വരുന്നത്? മാറ്റം വരുന്നത്. ഒന്നാമത്തെ മാധ്യമത്തിലുള്ള വേഗമായിരിക്കില്ല രണ്ടാമത്തെ മാധ്യമത്തിലെ വേഗം. ഇതിന് വ്യത്യാസം വരാനുള്ള കാരണക്കാരനാരാ? പ്രകാശിക സാന്ദ്രത. ആരാണ്? പ്രകാശിക സാന്ദ്രത. പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസം കൊണ്ടാണ് വേഗത്തിലെ വ്യത്യാസം വരാനുള്ള കാരണം. ഓക്കെ. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെ മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നു അല്ലെ. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ദിശാവ്യതിയാനത്തിന് കാരണം വേഗമാണ് അല്ലെ. ഓരോ മാധ്യമത്തിനും ഓരോ വേഗമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വേഗത്തിന് വ്യത്യാസം എന്തുകൊണ്ടാണ് എന്ന് പറയുന്ന ആളാണ് ആര്? പ്രകാശിക സാന്ദ്രത. പ്രകാശിക സാന്ദ്രത. ഓരോ മാധ്യമത്തിലൂടെയും പ്രകാശത്തിന് വേറെ വേറെ സ്പീഡാണ്. ആ സ്പീഡിനെ സ്വാധീനിക്കുന്ന ആളാണ് ആര്? പ്രകാശിക സാന്ദ്രത. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. പ്രകാശിക സാന്ദ്രതയും സ്പീഡും അല്ലെ. സ്പീഡിന് S എന്നിട്ട് പ്രകാശിക സാന്ദ്രതക്ക് OD എന്നിട്ട് കേട്ടോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവര് രണ്ടാളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യം വരക്കുന്നുണ്ട് കേട്ടോ. ഇത് ഖരമാണ് കേട്ടോ. ഇത് ഖരം. ഇതോ ദ്രാവകം. ഇത് വാതകം കേട്ടോ. ഇത് വാതകം. ഖരം, ദ്രാവകം, വാതകം. ഈ ഖരത്തിലൂടെ ഞാൻ ലൈറ്റിനെ പറഞ്ഞയക്കാൻ പോവാണ്. ലൈറ്റിനെ പറഞ്ഞയച്ച് ഇനി ദ്രാവകത്തിലൂടെ ലൈറ്റിനെ കടത്തിവിട്ട്, ലാസ്റ്റ് വാതകത്തിലൂടെ ലൈറ്റിനെ കടത്തിവിട്ട്. ഈ ഖരത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റിന് നല്ല സുഖമായിട്ട് കടന്നു പോകാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. കാരണം എന്താ? ഖരത്തിലുള്ള വസ്തുക്കൾ തമ്മിലുള്ള അകലം കുറവായിരിക്കും. എല്ലാം എന്താ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ ഖരത്തില്. പക്ഷെ ദ്രാവകത്തിലാണെങ്കിലോ
ദ്രാവകത്തിലാണെങ്കിലോ ദ്രാവകത്തിൽ കുറച്ചും കൂടി ദൂരെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. വാതകത്തിലോ നന്നായിട്ട് വിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഖരത്തിലൂടെ ഞാൻ പ്രകാശത്തിനെ കടത്തി വിടുമ്പോൾ പ്രകാശത്തിന് നല്ല സ്പീഡിൽ പോവാനായിട്ട് പറ്റുന്നുണ്ടോ? നല്ല വേഗത്തിൽ പോവാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. പക്ഷെ ഇവിടെയോ ദ്രാവകത്തിൽ കുറച്ചും കൂടി സ്പീഡിൽ പോവാനായിട്ട് പറ്റും. വാതകത്തിലോ നല്ല സുഖമായിട്ട് പോവാനായിട്ട് പറ്റും അല്ലെ. അപ്പോ ഈ പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട വാക്കാണ് തടസ്സം. എന്താണ്? തടസ്സം. തടസ്സം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. പ്രകാശിക സാന്ദ്രത കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം കൂടുക എന്നാണ് അർത്ഥം. എന്താ? പ്രകാശിക സാന്ദ്രത കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം കൂടുതലാണ് എന്നർത്ഥം. തടസ്സം കൂടുതലാണെങ്കിൽ, ഫുള്ള് തടസ്സമാണെങ്കിൽ വേഗത എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. തടസ്സം കൂടുതലാണെങ്കിൽ വേഗത എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു റൂമിലിരുന്ന് നമ്മളുടെ മുന്നിൽ കുറേ തടസ്സങ്ങൾ കൊണ്ടുപോയി വെച്ച് നമുക്ക് വേഗം പോകാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ. സ്പീഡ് കുറഞ്ഞു പോകും അല്ലെ. ഇതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സ്പീഡും, പ്രകാശിക സാന്ദ്രതയും വേഗവും തമ്മിലുള്ള ബന്ധം. ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രകാശിക സാന്ദ്രത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് തടസ്സം എന്ന വാക്കാണ്. തടസ്സം കൂടുകയാണെങ്കിൽ, തടസ്സം കൂടുക എന്നതിന്റെ അർത്ഥം എന്തെന്നാ? പ്രകാശിക സാന്ദ്രത കൂടുതൽ എന്നാണ് അർത്ഥം. എന്താ? തടസ്സം കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കൂടുക എന്നാണ് അർത്ഥം. തടസ്സം കൂടിക്കഴിഞ്ഞാൽ സ്പീഡിൽ പോകാൻ പറ്റുമോ? ഇല്ല, സ്പീഡ് കുറവായിരിക്കും. തടസ്സം കൂടുമ്പോൾ, പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ സ്പീഡ് കുറവായിരിക്കും. ഇത് ഓർത്ത് വെക്കുക കേട്ടാ. നമ്മൾ നേരത്തെ ഒരു ടേബിളിൽ 4 ആൾക്കാരെ കൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് അല്ലെ. ഈ 4 വ്യത്യസ്തമായ മാധ്യമങ്ങളുടെ സ്പീഡ്, വേഗമായിരുന്നു നോക്കിയിട്ടുള്ളത്. ലൈറ്റ് ഏറ്റവും സ്പീഡിൽ പോവുക എയറിലൂടെയാണ്. പിന്നെ ഏതിലൂടെയാ പോവുക? വാട്ടറിൽ, പിന്നെ ഗ്ലാസ്സിൽ, പിന്നെ ഏതിലൂടെയാ? ഡയമണ്ടിൽ അല്ലെ. ഏറ്റവും സ്പീഡിൽ പോയതിലൂടെയാ? എയറിൽ, പിന്നെ വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. സ്പീഡ് കൂടുതലാണെങ്കിൽ തടസ്സം എന്തായിരിക്കും? സ്പീഡിൽ പോകാനാകുന്നുണ്ടെങ്കിൽ തടസ്സം കുറവ് എന്നല്ലേ അർത്ഥം അല്ലെ. തടസ്സം കുറവാണ്. അപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രത എന്തായിരിക്കും? സ്പീഡ് കൂടുതലാണ്. അപ്പോൾ സ്പീഡ് കൂടുതലാണെങ്കിൽ തടസ്സം കുറയണം അല്ലെ. തടസ്സം കുറയണം. അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കൂടുകയാണെങ്കിൽ തടസ്സം കൂടും അല്ലെ. പ്രകാശിക സാന്ദ്രത കൂടുകയാണെങ്കിൽ തടസ്സം കൂടും. അപ്പൊ സ്പീഡ് എന്തായിരിക്കും? കുറയും അല്ലെ. തടസ്സം കൂടുമ്പോൾ സ്പീഡ് കുറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രത കുറവ്, തടസ്സം കുറവാണെങ്കിൽ എന്ത് ചെയ്യും? സ്പീഡ് കൂടുതൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക കേട്ടാ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, തടസ്സം കൂടുതൽ, പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ സ്പീഡ് കുറയും, തടസ്സം കുറയുമ്പോൾ സ്പീഡ് കൂടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ, ഓർമ്മിച്ചു വെക്കണം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കൂടുതലായിരിക്കും. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. എന്താണ്? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ സ്പീഡ് എന്തായിരിക്കും? കൂടുതലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട്. നമ്മളുടെ നേരത്തെ പഠിച്ചു വെക്കാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ അല്ലെ. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് അല്ലെ. ഇത്രയും കാര്യമുണ്ട് അല്ലെ. അതാണ് ഇവിടെ തന്നെ. വജ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് ആണ്. പ്രകാശിക സാന്ദ്രത കൂടിയ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രകാശിക സാന്ദ്രത, തടസ്സം ഏറ്റവും കൂടുതൽ ഏതിലാ? ഡയമണ്ടിലാണ് അല്ലെ. ഡയമണ്ട്. പിന്നെ എന്തായിരിക്കും വരിക? ഗ്ലാസ് അല്ലെ. ഗ്ലാസ്. അടുത്ത എന്തായിരിക്കും വരിക? വെള്ളം അല്ലെ. വെള്ളം. എന്നിട്ടാണ് എന്ത് വരുന്നത്? വായു. ഇത് പ്രകാശിക സാന്ദ്രതയാ. സ്പീഡ്, വേഗം ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? വായുവിനായിരിക്കും അല്ലെ.
വായുവിനായിരിക്കും ഏറ്റവും സ്പീഡ് കൂടുതൽ. പിന്നെ ആയിരിക്കുക വെള്ളത്തിന് അല്ലെ, വെള്ളത്തിന്. പിന്നെ ആയിരിക്കുക ഗ്ലാസിന്. പിന്നെ ആയിരിക്കുക വജ്രത്തിന് അല്ലെ. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? നമുക്ക് ഇന്ന് ഇത്രയും മതി. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ എന്താ, എന്തെങ്കിലും ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക, ഞാൻ ക്ലിയർ ആക്കി തരും. അപ്പൊ ഇതുവരെ എടുത്തതൊക്കെ നന്നായിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.